വടക്കൻ പറവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഹൈമാസ് ലൈറ്റ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ജനം ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ടും നടപടിയില്ല. കവർച്ചയും കഞ്ചാവ് വിപണനവും ഉൾപ്പെടെ ഇരുട്ടിന്റെ മറവിൽ പൊടിപൊടിക്കുമ്പോൾ ഭീതിയിലാണ് ജനങ്ങൾ. വടക്കൻ പറവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഹൈമാസ്റ്റ് ലൈറ്റ് തകരാറിലായിട്ട് മാസങ്ങളായി. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. രാത്രി 7 മണിയോടെ ബസ് സ്റ്റാൻഡ് കൂരിരുട്ടിലാകും. വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും അടക്കം ഒട്ടേറെ ആളുകൾ എത്തുന്ന ഏറ്റവും തിരക്കേറിയ ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥയാണിത്. രാത്രിയോട് ജോലി കഴിഞ്ഞെത്തുന്ന സ്ത്രീകളടക്കം തെരുവ് നായ്ക്കളെ ഭയന്നാണ് കൂരിരുട്ടിലൂടെ പോകുന്നത്. കഴിഞ്ഞ ദിവസം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഇരുട്ടിന്റെ മറവിൽ 6000-ലധികം രൂപ മോഷ്ടാവ് കവർന്നു. നഗരത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചപ്പോൾ ഓട്ടോമാറ്റിക് സംവിധാനത്തിലായിരുന്നില്ല ലൈറ്റിന്റെ പ്രവർത്തനം. പ്രവർത്തിപ്പിക്കാനായി സ്വിച്ച് സ്ഥാപിച്ചിരുന്നു. ഈ സ്വിച്ചിൽ നിന്നും 1.5 മാസം മുമ്പ് വൈദ്യുതി പ്രവഹിച്ച് 2 പേർക്ക് ഷോക്കേറ്റിരുന്നു. പിന്നാലെ KSEBയെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. ഇരുട്ടിലായതിനെ തുടർന്ന് ഹൈമാസ് ലൈറ്റ് പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യവുമായി ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥരെ അടക്കം ബന്ധപ്പെട്ടെങ്കിലും കരാർ അവസാനിച്ചുവെന്ന വിചിത്ര മറുപടിയാണ് നൽകിയത്. എന്നാൽ സമീപത്തെ സ്ട്രീറ്റ് ലൈറ്റിന്റെ തകരാറിലായ ബൾബ് മാറ്റിയിടാവോ എന്ന് ചോദിച്ചപ്പോഴും കരാർ അവസാനിച്ചുവെന്ന വാദമാണ് ഉദ്യോഗസ്ഥർ ഉയർത്തിയത്. ഇരുട്ടായതിനാൽ എവിടെന്നൊക്കെയോ ആളുകളെത്തി ലഹരി വസ്തുക്കളുടെ കൈമാറ്റം നടക്കുന്നുണ്ടെന്ന് പ്രദേശവാസികളടക്കം പറയുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഹൈമാസ് ലൈറ്റ് തകരാർ എത്രയും വേഗം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെട്ട് പരിഹരിക്കണമെന്ന് സാമൂഹിക പ്രവർത്തകനായ വിനയ് നെടിയാറ ആവശ്യപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഒരു ഹൈമാക്സ് ലൈറ്റ് ഉണ്ടായിരുന്നു, അതൊരു 1.5 മാസമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രാധാന്യം അറിയാലോ. ബസ് സ്റ്റാൻഡിൽ കുട്ടികളും സ്ത്രീകളും അതുപോലെ അനവധി യാത്രക്കാർ, ഞാനും ഒരു യാത്രക്കാരനാണ്. അത്ര വളരെ പ്രധാനപ്പെട്ട ഈ സ്ഥലത്ത് ഒരു ലൈറ്റും ഒന്നും ഇല്ലാതെ ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ കിടന്നിട്ട് ആരും അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കാനാ ബന്ധപ്പെട്ട നഗരസഭ അധികൃതർ അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ ഈ ബസ് സ്റ്റാൻഡിന് പരിസരമായിട്ട് ഒരുപാട് മറ്റ് പ്രശ്നങ്ങൾ, ഇപ്പം ഡ്രഗ്സ്, അതുപോലെ കുട്ടികൾ, കഞ്ചാവ് കേസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വഴക്കിലും അടിപിടിയും എല്ലാം. അപ്പോൾ ഇത്രയും ഒരു നഗരത്തിലെ ഹൃദയഭാഗം തന്നെ എല്ലാ പാവപ്പെട്ടവരൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഇത്രയും ഒരു ശോചനീയമായ അവസ്ഥ കണ്ടിട്ട് അത്രയും സങ്കടമുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.